സെബാസ്റ്റ്യൻ വീട്ടിൽ നേരത്തെ അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ വിവരങ്ങളുമായിട്ടാണ് റാഫി കരീം ചേരുന്നത്. റാഫി പറയൂ, സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണെന്ന് സംശയിക്കുന്ന തെളിവുകളൊക്കെ പോലീസിന് കിട്ടിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച അസ്ഥിഭാഗങ്ങളാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ നടത്തിയ പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഈ അസ്ഥിഭാഗങ്ങളാണ് ഈ കേസിലേറെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നിലവിൽ നൽകിയിരിക്കുന്നത്. ആ അസ്ഥിഭാഗങ്ങളിൽ പ്രധാനമായും ഒരു പല്ലിൻ്റെ ചിത്രമുണ്ട്. ആ പല്ല് അതാണ് മനുഷ്യൻ്റെ അസ്ഥിയാണ് എന്നുള്ള, ഒരു സ്ത്രീയുടെ അസ്ഥിയാണ് എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അതൊരു മനുഷ്യൻ്റെ അസ്ഥിയാണ് എന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. DNA അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കായി ഈ അസ്ഥി നിലവിൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുമായി ലഭിച്ചിരിക്കുന്നത് ഈ അസ്ഥിഭാഗങ്ങൾ വളരെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട വിവരം ഈ അസ്ഥിഭാഗങ്ങൾ കത്തിച്ചതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ അസ്ഥിഭാഗങ്ങൾ കുഴിച്ചിട്ട നിലയിലായിരുന്നു, എന്നാൽ ഈ അസ്ഥിഭാഗങ്ങൾ കത്തിച്ചിട്ടുമുണ്ട്. അത് ഏത് സമയത്താണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. ശരീരമായി തന്നെ കത്തിച്ചതാണോ അതല്ലെങ്കിൽ ശരീരം അഴുകിയതിനു ശേഷം അസ്ഥികൾ പിന്നീട് എടുത്ത് കത്തിച്ചതാണോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഇടിപ്പല്ലിൻ്റെ ഭാഗമെല്ലാം ലഭിച്ചിരിക്കുന്നത് തകർന്ന നിലയിലാണ്. അതായത് ഈ ഇടിപ്പല്ലിൻ്റെ ഭാഗം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അസ്ഥികൾ പല കഷ്ണങ്ങളായിട്ടാണുള്ളത്. അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രം തെളിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ മൈൻഡ് അത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരക്ഷരം പോലും അന്വേഷണ സംഘത്തിന് സഹായകമാകുന്ന രീതിയിൽ സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിനോട് മൗനമാണ് സെബാസ്റ്റ്യൻ പലപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിൽ നൽകുന്നത്. ഇന്ന് അന്വേഷണ സംഘം ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ആലപ്പുഴയിലേക്ക് ചേർത്തലയിലേക്ക് പുറപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ സെബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.